അത് ഈ രണ്ടും വളരെ നല്ല ചോദ്യങ്ങളാണ്. ഒന്ന്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ ഏത് കാരവാനാണെങ്കിലും ഇതിൻ്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അവിടെ പോലീസ് പരിശോധിക്കും. ഏത് ബോട്ടിലാണെങ്കിലും ഇതുള്ളത് പരിശോധിക്കും. DJ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കും. 5 സ്റ്റാർ ഹോട്ടലുകൾ ഇത് സെല്ല് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ട് അവിടെ പരിശോധിക്കും. ഇതിന് ആ ഓപ്പറേഷൻ തുഫാൻ ഇതൊന്നും ഒരു ബാരിയേഴ്സ് അല്ല, അതെല്ലാം ചെയ്യും. അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ ആവശ്യപ്പെട്ട് എല്ലാവരും ഇതിൽ നിന്ന് പിന്മാറണമെന്ന്. കാരണം നമ്മൾ കേരള പോലീസ്, കേരള ഗവൺമെൻറ് ഇത്ര വലിയ ദൗത്യം ആരംഭിച്ചപ്പോൾ അതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പിന്നീട് ഈ രണ്ടാമത്തെ ചോദ്യം ഒരു പ്രധാനപ്പെട്ടതാണ്. അതിനാണ് ഇന്നത്തെ മീറ്റിംഗ്. അതാണ് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഗൗരവതരമായ ചർച്ചയുണ്ടായത് ഇതിൻ്റെ സോഴ്സാണ്. ഇതെവിടെ നിന്ന് വരുന്നു, ആര് കൊണ്ടിരുന്നു, ഏതെല്ലാം രീതിയിലാണ് വരുന്നത്. ആകാശത്തൂടെയും കടലിലൂടെയും കരയിലൂടെയും ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സോഴ്സുകളെ സംബന്ധിച്ച് ഉള്ള ചർച്ചകൾ, ഞാൻ മുഴുവൻ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് അത്തരം കാര്യങ്ങൾ ഞാൻ വിശദമാക്കുന്നില്ല. പറയുന്നത് നമ്മുടെ ഈ ഓപ്പറേഷൻ ഗുണകരമല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ആ രണ്ടാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സോഴ്സ് കണ്ടെത്തുക. ലഹരി മാഫിയയുടെ വേരിറക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സോഴ്സിനെ കണ്ടെത്താനുള്ള ശ്രമമാണ്. ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ മീറ്റിംഗ്. ഇനി ഇത് 4 എയർപോർട്ടുകളിലും ഇത്തരം മീറ്റിംഗ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ പോർട്ടുകളിൽ, സീ പോർട്ടുകളിൽ ഈ മീറ്റിംഗ് ഉണ്ടാകും. കാരണം താഴോട്ടുകൂടെ പോകണം. താഴോട്ടുകൂടെ ചെന്ന് യഥാർത്ഥത്തിൽ ആ പോർട്ടുകളിലും എയർപോർട്ടുകളിലും ഒക്കെ സംയുക്തമായ ഒരു ഓപ്പറേഷൻ എല്ലാ ഏജൻസികളും കൂടി നടത്തിയാൽ മാത്രമേ ഇതിനെ നമുക്ക് തടയാൻ കഴിയൂ. ഇത് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ എന്നോട് നിങ്ങൾ നിർബന്ധിക്കരുത്, അത് ശരിയല്ല എന്നുള്ളത്. രണ്ടാഴ്ച നടത്തിയ പരിശോധനയിൽ MDMA പോലുള്ള രാസനങ്ങളുടെ ഉത്പാദനം, നിർമ്മാണം കേരളത്തിൽ നടക്കുന്നതായിട്ട്. അതുപോലെ ഈ നൈജീരിയ അതുപോലുള്ള കൺട്രീസിൽ നിന്ന് ഒരുപാട് പേര് കേരളത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് അവരാണ് കയറ്റുവിടുന്നത് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് അവരോട് എത്തുന്നത്? അവരെ 2 നൈജീരിയൻ പൗരന്മാരെ നമ്മൾ അറസ്റ്റ് ചെയ്തു. ഒന്ന് പന്തളത്ത് നിന്ന് കേരള പോലീസാണ് പോയത്. വളരെ ശ്രമകരമായ നിലയിലാണ് അവരെ അറസ്റ്റ് ചെയ്തത്. ഡൽഹി പോലീസിന് സഹായം ഉണ്ടായിട്ടും നൈജീരിയയിൽ നിന്ന് വന്ന് അവരെ കണ്ടെത്താൻ വലിയ പ്രയാസപ്പെടേണ്ടി വന്നു. ആ പന്തളം പോലീസിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവർ ബാംഗ്ലൂരിൽ നിന്നും ഒരു നൈജീരിയൻ യുവതി, അവരെ പിടിക്കാനും വളരെ പ്രയാസകരമാണ്. പക്ഷെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ആ ഓപ്പറേഷൻ നടത്തുകയുണ്ടായി. അല്ല, ഞാനതാ എക്സ്പ്ലെയിൻ ചെയ്തത് 3 ഒന്ന് തുഫാൻ സ്ട്രൈക്സ്, തുഫാൻ വാരിയേഴ്സ്. കൂടുതൽ ആളുകളെ, ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിനെ, സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ തുഫാൻ വാരിയേഴ്സ് ആക്കുകയാണ്. കാരണം അവരതിൻ്റെ അംബാസഡർമാരാകുകയാണ്. ഇതിനെതിരായ ഒരു മുന്നേറ്റത്തിന് അവരെ കൂടെ കൂട്ടുന്നു. 3ാമത്തേത് തുഫാൻ കെയർ, ഈ വന്നിട്ടുള്ള ആളുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക. ഇപ്പം തന്നെ ധാരാളം മർത്തമ സഭയുടെ തിരുമേനി തന്നെ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് 13 ഡി അഡിക്ഷൻ സെൻ്ററുകളുണ്ട് സഹായം തേടാൻ. തൃശ്ശൂർ രൂപത അധ്യക്ഷൻ ഇന്നലെ താഴത്ത് പിതാവ് പറഞ്ഞു, ഞങ്ങളുടെ ഡി അഡിക്ഷൻ സെൻ്റർ തരാം. ധാരാളം മുസ്ലിം സംഘടനകൾ മുന്നോട്ട് വരുന്നുണ്ട്, ധാരാളം സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വരുന്നുണ്ട്. അവരെ എല്ലാം സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ മുന്നേറ്റമാണ് ഓപ്പറേഷൻ തുഫാൻ എന്ന് പറയുന്നത്. അതിനകത്ത് എല്ലാവരും ഉണ്ടാകണം. മാധ്യമങ്ങളും ഉണ്ടാകണം, മാധ്യമ പ്രവർത്തകരും ഉണ്ടാകണം, സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുള്ളവരും ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഇത് സക്സസ്ഫുൾ ആവുകയുള്ളൂ. ഇത് ഒരാഴ്ച കൊണ്ട് നിർത്താൻ കഴിയുന്നതല്ല, നിർത്താൻ പാടില്ല. ഷുഡ് ബി എ കണ്ടിന്യൂസ് പ്രോസസ്. അപ്പോൾ അതിലൂടെ പരമാവധി നമ്മൾ ബോധവൽക്കരണം നടത്തി ചെറുപ്പക്കാരെ ഇതിൽ നിന്ന് മോചിപ്പിക്കാനും, ഇത്തരം ശക്തികൾ കേരളത്തിൻ്റെ മണ്ണിൽ സ്ഥാനമില്ല എന്ന് നമ്മൾ സ്വയം പ്രഖ്യാപിക്കുകയും വേണം. ഗവൺമെൻറ് നിർബന്ധിക്കുകയല്ല. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇപ്പം ധാരാളം ആളുകളും സംഘടനകളും ജനങ്ങളും മുന്നിട്ട് ഇറങ്ങുന്നുണ്ട്. കാരണം ഭാവി തലമുറയെ രക്ഷിക്കാനാണ്. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരൊക്കെ. എനിക്ക് വരുന്ന കത്തുകൾ പരിശോധിച്ചാൽ നമ്മുടെ കണ്ണു നിറയും. ഓരോ പ്രദേശത്തും ജനങ്ങൾ, പ്രത്യേകിച്ച് അമ്മമാർ, തങ്ങളുടെ കുട്ടികളെ പറ്റിയുള്ള ആശങ്കകൾ പ്രകടിപ്പിക്കുന്നത്. നമ്മളതൊന്നും പിന്നെ പരസ്യമാക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പാടില്ല. അത്തരം വികാരപരമായ നിലയിലാണ് ഇതിൻ്റെ റെസ്പോൺസ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു നാടിന് ചെയ്യേണ്ട കാര്യമായിട്ടാണ് കേരള ഗവൺമെൻറ്, പുതിയ ഗവൺമെൻറ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്.